നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ജീവിതകാലം മുഴുവൻ സുഖമായി നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വാഭാവികമായ മര്യാദയാണ്. തല നരച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു അച്ഛൻ. വരിക അഗ്നിനാളങ്ങളെ നിങ്ങൾ വേഗം തിന്നു തീർക്കുക, വേദനിപ്പിക്കാതെ എന്നെ. പെട്ടെന്ന് മരിക്കണമെന്ന് തോന്നുകയാണ് പ്രായമുള്ളവർക്ക്. കാരണം തലനരച്ചു കഴിഞ്ഞാൽ എന്നാണ് പുറത്താക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ലോകം നമ്മുടെ ഇടയിലുണ്ട്, വന്നു പോയിട്ടുണ്ട്. അത് മാറേണ്ടതുണ്ട്. ആ മാറ്റാനാണ് പ്രായമുള്ള മുത്തശ്ശനെ ഇവിടെ കാണുന്നുണ്ട്, മുത്തശ്ശിമാരെ കാണുന്നുണ്ട്. എന്ത് തരം സ്വാശ്രയബോധമാണ് പുതിയ തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ MA കാരനാണോ IAS കാരനാണെന്നൊക്കെ പറഞ്ഞ് ഞെളിയുന്നതിനേക്കാളും വേണ്ടത് ഒരച്ഛന് വേണ്ടത് നല്ല മകനെയാണ്, മകളെയാണ്. ഡോക്ടറായ മകനും വക്കീലായ മകനും കലക്ടറായ മകനും അല്ല ഒരച്ഛന് വേണ്ടത്. ഒരച്ഛന് വേണ്ടത് അവനെ സ്നേഹിക്കുന്ന ഒരു മകനെയും മകളെയാണ്. ആ മകനിലും മകനും ഡോക്ടറും വക്കീലും കലക്ടറും മന്ത്രിയും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെയുള്ളൊരു ലോകത്ത് നമ്മൾ പോയിട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ വല്ലാത്തൊരു സ്ഥിതി വിശേഷത്തിലോട്ടെത്തും. അത് പറയാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ലഹരി ഉപയോഗിച്ച് വല്ലാത്തൊരു ലോകത്തിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നുണ്ട്. വല്ലാത്തൊരു ലോകത്ത്, ചിന്തിക്കാൻ കഴിയാത്ത അത്ര വിധത്തിലുള്ള ഒരു ലോകത്തേക്ക് എത്തി. ഞാൻ അതിൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനാണ് ഇപ്പോഴും. അത്ഭുതകരമാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതിൻ്റെ മാറ്റം വരുത്താൻ ഓരോ കുടുംബ സംഗമത്തിലും എൻ്റെ പ്രിയപ്പെട്ട സീനിയർ ആയിട്ടുള്ള ഇവിടെയുള്ള മുത്തശ്ശന്മാരോടും മുത്തശ്ശിമാരോടും എനിക്ക് പറയാനുള്ളത്, അത് മാറേണ്ടതുണ്ട്. അങ്ങനെ മാറേണ്ടതുണ്ട്. ആ ലോകത്തേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഭഗവത്ഗീത പ്രഭാഷണത്തിന് എറണാകുളത്ത് പോയി. അവിടെ വലിയ കെട്ടിടങ്ങൾ, അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളുള്ള ഒരു വലിയ ആധ്യാത്മിക സദസ്സിലാണ് ഞാൻ പോയത്. ഏകദേശം 6000-ഓളം കുടുംബങ്ങൾ അവിടെ ഉണ്ട്. ആ കുടുംബങ്ങൾ, അവർക്ക് വേണ്ട ക്ഷേത്രങ്ങളുണ്ട്, കളിക്കളമുണ്ട്, എല്ലാമുണ്ട്. അവിടെ അച്ഛനും അമ്മയെയും കുട്ടികൾ തളച്ചിട്ടിരിക്കുന്നു, തലമുറയെയും ഒക്കെ. വിദേശത്താണ് മക്കൾ. ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ കുറേ പാംലെറ്റ് കണ്ടു. ആ പാംലെറ്റിൽ പ്രായമായ അച്ഛനെ അമ്മയെയും 5 കൊല്ലം നോക്കാൻ 5 ലക്ഷം രൂപ, 10 കൊല്ലം നോക്കാൻ 15 ലക്ഷം രൂപ. ഭാഗ്യത്തിന് ഞാൻ ഒന്ന് നോക്കി. അവിടെ ഒന്നും 10-20 കൊല്ലം നോക്കിയാലേ ഇവരെ നോക്കി അവരുടെ ചിതാഭസ്മം വീട്ടിലെത്തിക്കേണ്ട ചടങ്ങ് പോലും പുതിയ സംഘടന ചെയ്യാൻ തയ്യാറാണ്. ബന്ധങ്ങളില്ല. മകനും മകളും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും കാനഡയിലും പോകുന്നതൊന്നും തെറ്റല്ല. പക്ഷെ അച്ഛനെ അമ്മയെ നോക്കാൻ നിങ്ങൾ ബാധ്യതരാണ്. അതാണ് പുത്രൻ. പുരുഷാർത്ഥത്തെ ത്രാണനം ചെയ്യുന്നവരാണ് പുത്രൻ. തൻ്റെ മകനെ തൻ്റെ മകൾ എങ്ങനെ നോക്കുന്നുവോ അതേപോലെ തൻ്റെ അച്ഛൻ പ്രായമായാൽ അതുപോലെ നോക്കുന്നവനാണ് പുത്രൻ. അതുകൊണ്ട് നിങ്ങൾ പ്രിയപ്പെട്ട കുട്ടികൾ, പുതിയ തലമുറ ആ ബാധ്യത ഏറ്റെടുക്കണം. പരസ്പരം വിഘടിച്ചു നിൽക്കരുത്. തൻ്റെ കുടുംബത്തിലെ, തൻ്റെ തറവാട്ടിലെ ഏതെങ്കിലും ഒരാൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ പ്രയാസങ്ങളുണ്ടെങ്കിലോ ഒത്തൊരുമയോടുകൂടി നിൽക്കണം. എല്ലാവരും ഒന്നാണെന്നുള്ള ചിന്താഗതികൾ ഉണ്ടാകണം. നിങ്ങൾ മാത്രമല്ല, അയൽപ്പക്കക്കാരെയും സഹായിക്കാനും പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെയും പ്രകൃതിയെയും നിലനിർത്താനും പഠിപ്പിക്കുന്നതാണ് വസുധൈവ കുടുംബകം. അത് തന്നെയാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു. അത് തന്നെയാണ് തത്വമസി എന്ന് പറയുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സംസ്കൃതത്തിൽ പറഞ്ഞുപോയി എന്നേ ഉള്ളൂ. സംസ്കൃതവും മലയാള ഭാഷയും നമുക്ക് ധന്യമാണ്. എല്ലാ ഭാഷയും മഹത്തരമാണ്. പക്ഷേ മുലപ്പാലിൻ്റെ ഭാഷ, അമ്മയുടെ ഭാഷ മലയാളമാണ്. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മാസ്റ്റർ ബിരുദമുള്ള ആളാണ്. ഇംഗ്ലീഷിൽ കവിതകൾ എഴുതാറുണ്ട്, കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാ ഭാഷയും നല്ലതാണ്. പക്ഷേ അമ്മയുടെ ഭാഷ സംസാരിക്കാൻ കാണിക്കുന്ന വ്യഗ്രതയാണ് നിങ്ങൾ കുടുംബത്തിൽ നിങ്ങൾ അനിയനെയും ഏട്ടത്തിയെയും ഒക്കെ മാറ്റാൻ കാണിക്കുന്ന വ്യഗ്രത. അത് മാറേണ്ടതുണ്ട്. അത് മാറാനാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ നോക്കുന്നു, നല്ലപോലെ ജീവിക്കാൻ അവസരം പ്രാപ്തിയാക്കുന്നു എന്ന് പറയുന്നതാണ് ഭാഗ്യം. അതുകൊണ്ട് തൊട്ടിലിട്ടാട്ടിയ ചെറിയ കുട്ടിക്കാലത്ത് കുട്ടികളെ കയ്യിലിട്ടാട്ടിയിരിക്കുന്ന അമ്മമാരുണ്ടല്ലോ, ഒരുപാട് സ്നേഹമുള്ള അമ്മമാർ. മാതൃപഞ്ചായത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞ അമ്മമാർ, ആ അമ്മമാരുടെ ആ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹമാണ് തിരിച്ച് മക്കളായ നിങ്ങൾ അവർക്ക് സമർപ്പിക്കേണ്ടത്. ഇവിടെ ഈ കാണുന്ന വലിയ തൂണുകളും ഇതിൻ്റെ പ്രതാപം വിളിച്ചോതുന്നുണ്ട്. ആ പ്രതാപം, മങ്ങിയ പ്രതാപമുണ്ടല്ലോ ഇന്നത്തെ കാലത്ത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കണ്ണൻ തമ്പുരാന്റെ
കൊട്ടാരം ബാറിന് കൊടുത്തപ്പോൾ അവിടെ കവി ഒരു കാര്യം നോക്കി പറഞ്ഞിട്ടുണ്ട്. കാലം പോയി മറഞ്ഞു. ഞാൻ പാടാത്തത് 10-12 പ്രസംഗം നടത്തി തിരിച്ചു വരുമ്പോഴേക്കും ശബ്ദം പോയതുകൊണ്ടാണ്. അല്ലെ സംഗീതം കൈവശമുള്ള ഞാൻ പലപ്പോഴും ഇതെങ്ങനെയാണ് ചെല്ലാറുള്ളത്. എന്നാലും ഇതിന്റെ വാക്കുകൾ എങ്ങനെയാണ്? കാലം പോയി മറഞ്ഞു, സൽ കവിതതൻ കേളി വിലാസാരവം പോലും മേള കഴിഞ്ഞു, പൂർവചരിതം പോലും മറന്നു ജനം, കോലം മാറിയ കോലകം മതിരതൻ വ്യാപാര സങ്കേതമായി, പാലും പാൽക്കറവും കഴിഞ്ഞു, അറിവിനായി പോയി കലാധേനുകം എന്നാണ്. കലയാകുന്ന പശുവിനെ അറക്കാൻ കൊണ്ടുപോയിരിക്കുന്നു. കാവ്യസൃഷ്ടികൾ, മനുഷ്യന്റെ ഭാവനാ സൃഷ്ടികൾ അതൊക്കെ പോയിരിക്കുന്നു. അതുകൊണ്ട് അത് തിരിച്ചു വരാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതിന്റെ സംഘാടകർ ശ്രമിക്കണം. സ്നേഹമുള്ള കുടുംബമുണ്ടാകണം, തറവാടുണ്ടാകണം. നിങ്ങളിവിടെ ഓടിക്കളിച്ചിരിക്കുന്ന ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ DNA യിൽ പകർത്തണം.